everyone, welcome to Commerce World. Calicut University ഫസ്റ്റ് സെമസ്റ്റർ എം.കോം കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിൽ വന്നിട്ട് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമുക്ക് ഏറെക്കുറെ വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. ഓക്കെ, നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളാണ് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യം വരുന്നതാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ യൂസ് ചെയ്യുന്ന തിയറീസ് എന്തൊക്കെയാണെന്ന ഒരു 6 തിയറീസാണ് ഇതിൽ വരുന്നത്. ആദ്യം വന്നിട്ട് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് ഡിസിഷൻ മേക്കിംഗ് ആർ ഇംപ്ലിമെന്റഡ് ഇൻ ലാർജ് ബിസിനസ്. അതായത് വന്നിട്ട് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടതായിട്ട്. സോ ആ ഡിസിഷൻ മേക്കിംഗ് എടുത്തതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിലൂടെയാണ്. സോ ആ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുന്ന 6 തിയറീസാണ് ഏജൻസി തിയറി, സ്റ്റുവർഡ്ഷിപ്പ് തിയറി, റിസർച്ച് ഡിപെൻഡൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി, ദെൻ പൊളിറ്റിക്കൽ തിയറി. ഇതിൽ ആദ്യം വരുന്നതാണ് ഏജൻസി തിയറി. ഏജൻസി തിയറി എന്ന് പറഞ്ഞാൽ ഏജൻസി തിയറി ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ സച്ച് ആസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഏജൻസ് സച്ച് ആസ് ദ കമ്പനി എക്സിക്യൂട്ടീവ് മാനേജേഴ്സ്. അതായത് നമ്മുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ഷെയർ ഹോൾഡേഴ്സ് ആയാലും ഏജൻസ് ആയാലും നമ്മുടെ മാനേജേഴ്സ് ആയാലും എക്സിക്യൂട്ടീവ് മാനേജേഴ്സ് ആയാലും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പും പറയുന്നതാണ് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. ഏജൻസി തിയറി വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽസൺ ആൻഡ് ഡെമൻസ്റ്റൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വന്നിട്ട് ഫർദറായിട്ട് ഡെവലപ്മെന്റ് ചെയ്തത് ജെൻസൺ ആൻഡ് മാക്ലിൻ 1976 നമ്മൾക്ക് എഗെയിൻ വന്നിട്ട് ഇത് ഡെവലപ്മെന്റ് ചെയ്തത്. സോ ഇതിന് വന്നിട്ട് നമ്മുടെ പ്രിൻസിപ്പിൾസ് വന്നിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസും അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും അവർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പറയുന്നതാണ് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടും നമ്മളുടെ വന്നിട്ട് മറ്റുള്ള മാനേജേഴ്സ് വന്നിട്ട് ഏജൻസ് ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ സെപ്പറേഷൻ ഓഫ് ദ ഓണർഷിപ്പ് ആൻഡ് ദ കൺട്രോൾ ക്യാൻ ബി അക്സെപ്റ്റഡ് ദ മെയിൻ ഇഷ്യൂ ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക്. അതായത് ഇതിൽ വന്നിട്ട് നമ്മുടെ ഓണർഷിപ്പും കൺട്രോളും വന്നിട്ട് രണ്ടായിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്യൂസ് വരുന്നതല്ലേ. സോ അതിനെക്കുറിച്ച് പറയുന്നതാണ് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് എക്സ്റ്റേണൽ ഏജൻസ് ഉണ്ടാകും, എക്സ്റ്റേണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ വരുന്നതാണ് നമ്മുടെ ഏജൻസി തിയറി. സോ ദ ഏജൻസി തിയറി ഈസ് ദ ഷെയർഹോൾഡേഴ്സ് ഹു ആർ ദ ഓണേഴ്സ് ഓർ പ്രിൻസിപ്പൽസ് ദ കമ്പനി ഹയർ ദ ഏജന്റ് ടു പെർഫോം വർക്ക്. അതായത് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മളുടെ കമ്പനിക്ക് വന്നിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഏജൻസിനെ വന്നിട്ട് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഏജൻസി തിയറി സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഓണർഷിപ്പും കൺട്രോളും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് നമ്മളുടെ ഏജൻസി തിയറി പറയുന്നത്. അതേപോലെ തന്നെ ഏജൻസി തിയറി എന്ന് പറയുന്നത് ഡിവൈഡ് ദ കോർപ്പറേഷൻ ടു 2 പാർട്ടീസ്. അതായത് വന്നിട്ട് 2 പാർട്ടിസിപ്പൻസിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ലൈക്ക് ഷെയർ ഹോൾഡേഴ്സിനും മാനേജേഴ്സിനും. ഇതിൽ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് നമ്മൾ ഹയർ അതോറിറ്റിയും മാനേജിന് വന്നിട്ട് നമ്മൾ ലോവർ അതോറിറ്റിയാണ് കൊടുത്തിട്ട് അങ്ങനെ 2 അതോറിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏജൻസി തിയറി പറയുന്നുണ്ട് എംപ്ലോയീസ് ഓർ മാനേജേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി സെൽഫ് ഇൻട്രസ്റ്റഡ്. അവർ എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ വന്നിട്ട് സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദ ഏജന്റ് മേ ബി ഇൻവോൾവ് ടു സെൽഫ് ഇൻട്രസ്റ്റ് ഓപ്പർച്യൂണിറ്റി ബിഹേവിയർ. ആ ഏജൻസിന് അതുപോലെ തന്നെ ഒരു സെൽഫ് ഇൻട്രസ്റ്റും ഓപ്പർച്യൂണിറ്റീസും കൊടുക്കണം. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആസ്പിറേഷൻ ഓഫ് ദ പ്രിൻസിപ്പൽസ് ആൻഡ് ദ ഏജന്റ് പെർസ്യൂട്ട്സിന് വന്നിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏജൻസി തിയറിയിൽ വന്നിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസ് ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഇൻ ദെയർ ടാസ്ക്. അതായത് വന്നിട്ട് അവരുടെ ടാസ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റിയിലും വന്നിട്ട് അവർ അക്കൗണ്ടബിൾ ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏജൻസി തിയറിയിൽ പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് മാക്സിമൈസ് ദ പൊട്ടൻഷ്യൽ. അതായത് വന്നിട്ട് നമ്മൾക്ക് തന്ന ആ പെർട്ടിക്കുലർ വർക്ക് വന്നിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വന്നിട്ട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ആൻഡ് ദ വാല്യൂ ഓഫ് ദ കമ്പനീസ് അസറ്റ്സ് ഇൻ അനദർ ബെനിഫിറ്റ്സ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഏജൻസി തിയറി. അതായത് വന്നിട്ട് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണും വാല്യൂസും വന്നിട്ട് ഇംപ്രൂവ് ചെയ്ത് തരുന്നുണ്ട് നമ്മളുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഏജൻസി കോസ്റ്റ്. അതായത് വന്നിട്ട് ഏജൻസ് വന്നിട്ട് ക്വൈറ്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ക്രിട്ടിക്കൽ റോൾസ് വന്നിട്ട് അവർക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്സ് അവർ എടുക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ അതിന്റെ ബേസിസിൽ നമുക്ക് കോസ്റ്റും വന്നിട്ട് കുറയുന്നുണ്ടെന്നാണ് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് ടു ഏജൻസ്. ഏജൻസിന് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് നമ്മൾക്ക് അപ്ലിക്കേഷൻസ് വന്നിട്ട് കൊടുത്തിട്ട് മാക്സിമം യൂട്ടിലിറ്റി വന്നിട്ട് അവർക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ കൺസെപ്റ്റ് ഓഫ് മാക്സിമം യൂട്ടിലിറ്റി മീൻസ് മാക്സിമൈസേഷൻ ഓഫ് ദെയർ പൊട്ടൻഷ്യൽസ് ആൻഡ് സ്കിൽസ്. അവരുടെ സ്കിൽസ് വന്നിട്ട് മാക്സിമം വന്നിട്ട് കമ്പനിക്ക് യൂസ് ചെയ്യണ പോലെ ഏജൻസി തിയറിയിലൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഇഗ്നോർ ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് വന്നിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, അവരുടെ ഇൻട്രസ്റ്റ് വന്നിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ഏജൻസ്. ഓരോ ഏജൻസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് ഓരോ പോലെ ആയിരിക്കും. എല്ലാവരും വന്നിട്ട് ഒരേപോലെയല്ല കാണുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾക്കൊരു ലിമിറ്റേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ അല്ല. ഓരോ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വന്നിട്ട് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ അല്ല. then അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഇസ് എസെൻഷ്യറി. ഇതെന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഓർ ദ ലോഡ് ഓഫ് ഇൻഫർമേഷൻ ആക്സസ്ഡ് ആൻഡ് റിസീവ്ഡ് ബൈ ഏജന്റ് വേരീസ് ഫ്രം ദാറ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് വന്നിട്ട് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം രാവിലെ ഒന്ന് പറഞ്ഞു, വൈകുന്നേരം ഒന്ന് പറഞ്ഞു, അങ്ങനെ 2 ഇൻഫർമേഷൻസ് കിട്ടും, അല്ലെങ്കിൽ 3-4 ഇൻഫർമേഷൻസ് കിട്ടുന്ന സമയത്ത് അതെന്ന് പറയുന്നത് നമുക്ക് തമ്മിലുള്ള ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റാത്ത ഒരു ചാൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന തിയറിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് റൂട്ട്സ് ഫ്രം സൈക്കോളജി ആൻഡ് സോഷ്യോളജി. സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കൊണ്ടുവന്നത് വന്നിട്ട് ഡാവിസ് ഗ്രൂമാനും അതേപോലെ തന്നെ ഡൊണാൾഡ്സൺ ആണ് ഇത് കൊണ്ടുവന്നത്. സോ ദ സ്റ്റുവേർഡ് പ്രൊഡക്ട്സ് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ത്രൂ ഫ്രം പെർഫോമൻസ് ബിക്കോസ് ബൈ സോ ഡൂയിങ് ദ സ്റ്റുവേർഡ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആർ മാക്സിമൈസ്ഡ്. അതായത് വന്നിട്ട് സ്റ്റുവേർഡ്സ് ആയിരിക്കും നമ്മളുടെ ഓർഗനൈസേഷനിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ പെർഫോമൻസും അവരുടെ ടൈമും അവരുടെ ഒരു യൂട്ടിലിറ്റിയും വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യണത് ഈ സ്റ്റുവേർഡ്സ് ആയിരിക്കും. സോ ഈ സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റുവേർഡ്സ് വന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഫോക്കസ് ഓൺ പൊസിഷൻ ഓഫ് എംപ്ലോയീസ് ഓർ എക്സിക്യൂട്ടീവ്സ് ടു ആക്ട് മോർ ഓട്ടോണമസ്ലി സോ ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ആർ മാക്സിമൈസ്ഡ്. അവർ വന്നിട്ട് അവരുടെ പൊസിഷൻ എംപ്ലോയീസ് ആയിട്ടും എക്സിക്യൂട്ടീവ്സ് ആയിട്ടും അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള റിട്ടേൺ വന്നിട്ട് നമുക്ക് മാക്സിമം വന്നിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ദ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി സീസ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് ദ സക്സസ് ഓഫ് ദ ഫേം. അതേപോലെ തന്നെ ദെയർഫോർ ദ സ്റ്റുവേർഡ്ഷിപ്പ് പ്രൊട്ടക്ട് ദ മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ വന്നിട്ട് മാക്സിമം ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ല പെർഫോമൻസ് വന്നിട്ട് ഓർഗനൈസേഷനിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റുവേർഡ്ഷിപ്പ് മോഡലിൽ വന്നിട്ട് ലിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ റീഅസംബ്ലൻസ് ചെയ്യാനും കൺട്രീസ് ലൈക്ക് നമ്മുടെ ജപ്പാൻ അതുപോലെ തന്നെ നമ്മുടെ വലിയ സ്റ്റേറ്റ്സുമായിട്ട് വലിയ നേഷൻസുമായിട്ട് നമ്മൾ ലിങ്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. സോ ഈ സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ആൻ ഏജൻസ് പോലെയുള്ളവരാണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജേഴ്സ് വരും. അതേപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സ് ആയിരിക്കും ഇവിടെ സ്റ്റുവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഏജൻസി തിയറിയിൽ പറയുന്നില്ലേ, അതുപോലെയാണ് ഈ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ട്രസ്റ്റ്. അതായത് നമ്മുടെ ഹോൾ ഓർഗനൈസേഷൻ വന്നിട്ട് ആ സ്റ്റുവേർഡ്സ് ആയിരിക്കും എല്ലാ വർക്കും ചെയ്യുന്നത്. സോ അവർക്ക് അതിൻ്റെതായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ന്യൂ ഐഡിയാസ് വന്നിട്ട് സ്റ്റുവേർഡ്സ് വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും വെൽത്തിനും. പിന്നെ വന്നിട്ട് ലോ ഏജൻസി കോസ്റ്റിലൂടെ തന്നെ ഇത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബെനിഫിറ്റ്സ്. ദെൻ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സസീവ്ലി ബെനോവലന്റ്. അതായത് ഇതെന്ന് പറയുമ്പോൾ എക്സസീവ് ആയിട്ട് നമ്മളുടെ ഇപ്പോൾ ഒരു കൂടുതലായിട്ട് ഒരു പിക്ചേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണോ എന്നാണെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മളുടെ സബോർഡിനേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷന്റെ പിക്ചർ നമ്മളിങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അതിന്റെ രീതിയിൽ അല്ലാതെ തന്നെ നമ്മുടെ സ്റ്റുവർഡ്ഷിപ്പ് വന്നിട്ട് സെൽഫ് കോൺട്രാസ്റ്റിലൂടെ എടുത്തിട്ട് അത് വന്നിട്ട് നമുക്കുള്ളൊരു ലിമിറ്റേഷൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് കുറയ്ക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഏജൻസി തിയറിയിൽ, അതേപോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നോട്ട് എംപ്രിക്കൽ ആണ്, കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഗവേണൻസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസും തമ്മിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി. സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറയുന്നത് those groups without whose support the organization would cases to exist. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്.
അങ്ങനെ വരുന്ന സമയത്ത് ഓർഗനൈസേഷന്റെ അതിൻ്റെതായിട്ട് ഒരു എക്സിസ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സപ്ലയേഴ്സ്, ബയേഴ്സ്, പബ്ലിക് പോളിസി ഡിസിഷൻ മേക്കേഴ്സ്, അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇവരൊക്കെയാണ് നമ്മുടെ അതേപോലെ തന്നെ ഗവൺമെന്റ്, ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സോഷ്യോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ ആണ് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറീസ്. സോ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് എനി ഗ്രൂപ്പ് അല്ലെങ്കിൽ എനി ഇൻഡിവിജ്വൽ അഫക്റ്റഡ് ബൈ ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റീവിലൂടെ ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പോ വന്നിട്ട് എഫക്റ്റ് ആയി എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് വന്നിട്ട് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ സിറ്റുവേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. ഫണ്ടമെന്റലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലൊരു തർക്കം കൂടി നമ്മൾ പറയാം. ഓക്കെ, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, നമ്മുടെ ഉള്ളിലുള്ള ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്ക് മൂലം വരുന്നതാണ്. ദെൻ നമ്മുടെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഇവർ കാരണം വരുന്നതാണ്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോട്ടിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓണർഷിപ്പ് കാരണം വരുന്നതാണ് നമ്മളുടെ ഇന്റേണലി നമ്മുടെ ഓർഗനൈസേഷൻ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവരുടെ വർക്ക് കണ്ടീഷനിൽ സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നത് കൊണ്ടോ വരുന്നതാണ്. ദെൻ മാനുഫാക്ചേഴ്സ്, സപ്ലയേഴ്സ് തമ്മിൽ വരുന്നത് വന്നിട്ട് നമ്മളുടെ വെൻഡേഴ്സ് ആർ കൺസിഡർ ആസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, മിസ്ലീഡിങ്സ് വരുന്ന സമയത്ത് ഇതിലൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാത്ത സമയത്ത് അല്ലെങ്കിൽ പ്രൈസ് വന്നിട്ട് അവർക്ക് ഓക്കെ ആത്ത സമയത്തൊക്കെ നമ്മൾക്ക് കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. ദെൻ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് കൊടുക്കാനായിട്ട് അവർ വരണ്ടേ, അതിന് നമ്മൾ നമ്മളുടേതായിട്ട് ഇത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കോൺഫ്ലിക്ട്സ് വരുന്ന സമയത്ത് എങ്ങനെ ഒരു ബാങ്ക് നമ്മൾ വിശ്വസിച്ച് പൈസ തരാ? സോ അതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. ദെൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്പനീസിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതായത് കമ്പനി കൊടുക്കേണ്ട അതായത് സർവീസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു അല്ലെങ്കിൽ വന്നിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയാരിറ്റി ഇല്ല, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇല്ല എന്ന് വരുന്ന സമയത്ത് അവിടെ വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ റവന്യൂ കളക്ട് ചെയ്യുന്ന സമയത്ത് മര്യാദയ്ക്ക് ടാക്സ് കൊടുക്കണം. അങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് റിട്ടേൺ കിട്ടുന്നുണ്ട്, ഒന്ന് വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ എംപ്ലോയീസിന് മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്, ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാണ് പറയുന്നത്. ദെൻ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫിക്കേഷൻസ് വന്നിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി കൊടുക്കുന്നത് അതൊക്കെ. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ ഇമേജ് വന്നിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വന്നിട്ട് ഒരു ഡിമാൻഡ് വന്നിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇതിന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞു ഇവരൊക്കെ പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ വന്നിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് പറഞ്ഞതൊക്കെ അഡ്വാൻറ്റേജസ് കൂടിയാണ് എന്ന് പറഞ്ഞു. ദെൻ അഗെയിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജസ് കൂടിയാണെന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ കൺഫ്യൂഷൻ ആവാതെ പഠിക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, അതായത് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വന്നിട്ട് സർട്ടൻ ഗ്രൂപ്പ്സിന്റെ ഇൻട്രസ്റ്റ് വന്നിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നത്. അതായത് ഇപ്പം നമ്മളുടെ കമ്പനിയുടെ വന്നിട്ട് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അപ്പം ഇന്നൊരാൾ പറയും ഗുഡ് ക്വാളിറ്റിയിൽ കൊടുക്കണ്ട, നമുക്ക് ക്വാളിറ്റി കൂട്ടി കൊടുത്താൽ അതിൻ്റെതായിട്ടുള്ള പൈസ നമ്മൾ ഇവിടുന്ന് പോകും, സോ അങ്ങനെ കൊടുക്കണ്ട എന്നുള്ളത് പറയും. ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് ഗുഡ് ക്വാളിറ്റിയാണ്, പക്ഷെ ഒരു ഗ്രൂപ്പ് പറയുന്നത് ഗുഡ് ക്വാളിറ്റി വേണ്ടെന്ന്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാളും തമ്മിൽ തർക്കമാകും. അപ്പൊ എന്ത് ചെയ്യും, ഇത് വന്നിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യും, ഗുഡ് ക്വാളിറ്റി കൊടുക്കണ്ട എന്നുള്ളത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. അതാണ് ഈ പോയിന്റ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മോർ ഫോക്കസ് ഓൺ ഷെയർ ഹോൾഡേഴ്സിനെ ആയിരിക്കും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. സോ മാക്സിമം റിട്ടേണും അവരുടെ ഇതിലായിരിക്കും വരുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വന്നിട്ട് കൂടുതൽ കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ വന്നിട്ട് മിക്കവാറും എഫക്ട് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിസോഴ്സ്
ഡിപ്പെൻഡൻസി തിയറി. റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ റിസോഴ്സ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷനാണ്. ഇന്റേണൽ റിസോഴ്സ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷനാണ്. ഇതിൽ ഇന്റേണൽ വന്നിട്ട് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് നമ്മളുടെ കയ്യിലാണ് ഉള്ളത്. പക്ഷെ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാൻ കുറച്ച് പാടാണ്. സോ അങ്ങനെ വരുന്നതാണ് നമ്മളുടെ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ റിസോഴ്സിന് വേണ്ടി ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിംഗ് ആക്സസ് ടു റിസോഴ്സ് നീഡഡ് ബൈ ദ ഫേം. അപ്പൊ ഈ റിസോഴ്സ് ഒക്കെ എവിടെ നിന്ന് കൊണ്ടുവരും? പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ആരായിരിക്കും? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് ആർ വെരി എസെൻഷ്യൽ ടു ഓർഗനൈസേഷൻ സക്സസ്. പിന്നെ ഇത് നമ്മുടെ കൺട്രോളിന് ആക്സസ് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ റിസോഴ്സ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. പിന്നെ സ്ട്രാറ്റജിക് ഫോർമുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഡീലിംഗ് വിത്ത് ഔട്ട്സൈഡേഴ്സ് ഫോർ ദ റിസോഴ്സ് ക്യാൻ ബി മ്യൂച്വലി ബെനിഫിഷ്യൽ. ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ഡിപ്പെൻഡൻസ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഡിപ്പെൻഡന്റ് ആവേണ്ടതായിട്ട് വരും. പിന്നെ അൺഈക്വൽ എക്സ്ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോമിനൻസ് കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. സപ്ലയേഴ്സ് വരുന്ന സമയത്ത് ഡോമിനൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അൺസർട്ടനിറ്റിയോ വീക്ക്നെസ്സോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് വരുന്ന തിയറിയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി. ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫേഴ്സ് ടു എക്സ്പ്ലിറ്റ് ഫീസ് അസോസിയേറ്റഡ് വിത്ത് എ ട്രാൻസാക്ഷൻ ആസ് വെൽ അറ്റ് ദ ഇംപ്ലിസിറ്റ് ഫീസ്. അതായത് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ഫീസും വരുന്നതാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ സിംഗിൾ ഓർഗനൈസേഷൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും. സോ ഈ കോസ്റ്റ് നമ്മളുടെ എക്സ്റ്റേണൽ പാർട്ടീസ് തമ്മിലുള്ള ഒരു അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ പാർട്ടീസിൽ. അങ്ങനെ വരുന്നതാണ് നമ്മളുടെ കോസ്റ്റ് ഇസ് കോൾഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇങ്ങനെ വരുന്ന കോസ്റ്റ് ആണ് നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസാക്ഷൻ കോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒന്ന് ഇൻഫോർമേഷൻ, സെർച്ച്, നെഗോഷ്യൻ, അങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റിൽ വരുന്നത്. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് കമ്പനീസ് ഈ എക്സ്ചേഞ്ച് റിസോഴ്സസ് കോസ്റ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് നമ്മളുടെ എൻവയോൺമെന്റുമായിട്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓർഗനൈസേഷൻ മാക്സിമൈസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. അതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ തിയറി റെഫേഴ്സ് ടു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ദ ഗവേണൻസ്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് മോഡൽസ്. അതായത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന മോഡൽസ്. അതിൽ ആദ്യം വരുന്ന മോഡലാണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. സോ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ആംഗ്ലോ സാക്സൺ മോഡൽ എന്ന് കൂടി പറയുന്നുണ്ട്. ഇതെന്ന് നമ്മളുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ബേസിക് ആയിട്ട് USA, UK, കാനഡ, ഓസ്ട്രേലിയ, പിന്നെ അതേപോലെ തന്നെ കുറെ വെൽത്ത് നേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഇസ് സെപ്പറേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓണർഷിപ്പും കൺട്രോളും രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മുടെ ഏജൻസി തിയറിയിൽ നമ്മൾ പറഞ്ഞു ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിനും. അതായത് നമ്മുടെ മാനേജ്മെന്റ് എംപ്ലോയീസ് ആയിട്ടും അവർ എന്ന് പറയുന്നത് ടോപ്പ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞല്ലേ. സോ അതേപോലെ തന്നെ ഓണർഷിപ്പും കൺട്രോളും സെപ്പറേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ആയിട്ട് ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓണർ ആയിട്ടാണ് നമ്മുടെ കമ്പനിയിൽ, അതായത് ആംഗ്ലോ അമേരിക്കൻ മോഡലിലും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ മോഡൽ ബിലീവ് ചെയ്യുന്നുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് മേ നോട്ട് ഹാവ് ഇനഫ് എബിലിറ്റി ടു റൺ ദ കമ്പനി ഇൻ ദ പ്രൊഫഷണൽ മാനർ. അതായത് ഈ മോഡൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ എബിലിറ്റിയോടെ ആ കമ്പനിനെ പ്രൊഫഷണലി റൺ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ പറയുന്നത്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ പാർട്ടിസിപ്പൻസ് ഓഫ് ദിസ് മോഡലിൽ ഒന്ന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇന്നൊന്ന് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇന്നൊന്ന് നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസ്. സോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കീ ആയിട്ടുള്ള ഒരു പ്ലേ, അതായത് ഒരു ഓണർ എന്നുള്ള ഒരു മോഡലാണ് ഇതിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെർട്ടൻ റൈറ്റ്സ് കമ്പനിയുടെ മുകളിൽ ഓണറിന് ഉണ്ടെന്നാണ് പറയുന്നത്. ലൈക്ക് നമ്മളുടെ ഡയറക്ടേഴ്സിനെ മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഏജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുക. അതൊക്കെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ചെയ്യുന്നത്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് റോളാണ് നമ്മളുടെ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. സോ ഈ മോഡലിൽ പറയുന്നുണ്ട് സിംഗിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോൾ ഓൺ ടയർ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഓൺ ടയർ സിസ്റ്റം എന്നാണ് നമ്മളുടെ സിംഗിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്,
ഡയറക്ടേഴ്സിനെ പറയുന്നത്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അതേപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നത് വന്നിട്ട് ഈ സെലക്ട് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. സോ എക്സ്റ്റേണൽ ഏജൻസിന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ എസെൻഷ്യൽസ് പേയ്മെന്റ്സ് അപ്രൂവൽ, ഡെലിഗേഷൻസ്, കമ്മ്യൂണിറ്റീസ് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം വന്നിട്ട് മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ എക്സ്റ്റേണൽ ഏജൻസി. എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സ്, നമ്മുടെ കമ്പനീസിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് വന്നിട്ട് കൺട്രോൾ ചെയ്ത് പോണത് വന്നിട്ട് ഈ എക്സ്റ്റേണൽ ഏജൻസി ആയിരിക്കും. തേർഡ് പാർട്ടിസിപ്പൻസ് ആണ് നമ്മളുടെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ. സോ ഇവരെന്ന് പറയുന്നത് ബേസിക്കലി ഇവർ മോണിറ്റർ ചെയ്യുന്നത് കോർപ്പറേഷൻ, നമ്മുടെ കോർപ്പറേഷന്റെ പെർഫോമൻസും, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, അതേപോലെ തന്നെ ഇന്റേണൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇത് വന്നിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസിന്റെ പണി എന്ന് പറയുന്നത്. സോ ഈ മൂന്നാളുമാണ് നമ്മളുടെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ വരുന്നത്. അതേപോലെ തന്നെ ദിസ് ട്രഡീഷണൽ മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ വരുന്നത്. ഇതിൽ വന്നിട്ട് ഏജൻസി കോസ്റ്റ് കൂടി വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ജപ്പാൻ മോഡൽ. ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ഇൻസിസ്റ്റഡ് ഓഫ് ഷോർട്ട് റൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് നമ്മുടെ ഷോർട്ട് റൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റിന്റെ പകരം ലോങ് ടേം ഇൻട്രസ്റ്റ് വന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്. സോ ഈ മോഡൽ എന്ന് പറയുന്നത് ഇൻ ദിസ് മോഡൽ ദ ബോർഡ്സ് ആർ ജനറലി അക്സെപ്റ്റഡ് ആസ് ഹ്യൂജ് ആൻഡ് എക്സ്പീഷ്യൻസ് എക്സിക്യൂട്ടീവ്സ്. അതായത് നല്ലൊരു വലിയതായിട്ട് ഒരു എക്സിക്യൂട്ടീവ്സിന് തന്നെയാണ് നമ്മളുടെ ജപ്പാനീസ് മോഡൽ വന്നിട്ട് സെലക്ട് ചെയ്യണത്. സോ ഈ ജപ്പാനീസ് മോഡലിൽ പറയുന്നുണ്ട് ഹൈ ലെവൽ ഓഫ് സ്റ്റോക്ക് ഓണർഷിപ്പ് ബൈ അഫിലിയേറ്റഡ് ബാങ്ക് ആൻഡ് കമ്പനീസ്, എ ബാങ്കിങ് സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്ട്രോങ് ലോങ് ടേം ലിങ്ക് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ. ഇതിലെന്ന് പറയുന്നത് നമ്മളുടെ ബാങ്ക്സ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് കൊണ്ടുവരുന്നത്. ഇതിൻ്റെതായിട്ടുള്ളൊരു ലീഗലായിട്ടുള്ളതും, അതേപോലെ തന്നെ പബ്ലിക് പോളിസീസ്, അതേപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം വർക്ക്, ഇതെല്ലാം ഡിസൈൻ ചെയ്യണത് വന്നിട്ട് ഈ ജപ്പാനീസ് മോഡലിലൂടെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജർമ്മൻ മോഡൽ. ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത് ഈ മോഡലിൽ നമ്മൾ കണ്ടിജൻഷ്യൽ യൂറോപ്യൻ അപ്രോച്ച് എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഈ ജർമ്മൻ മോഡൽ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ബൈ യൂറോപ്യൻ സ്റ്റേറ്റ്സിൽ വന്നിട്ട് ജർമ്മനി, ഹോളാൻഡ് ആൻഡ് ഫ്രാൻസ് ആണ് ഇതിന് വന്നിട്ട് ഡെവലപ്പ് ചെയ്തത്. ഈ ജർമ്മൻ മോഡലിൽ എന്താന്ന് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ആംഗ്ലോ അമേരിക്കൻ മോഡൽ, അതായത് നമ്മളുടെ ആംഗ്ലോ അമേരിക്കൻ മോഡലും അതേപോലെ തന്നെ ഈ ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത് 2 ടയർ ബോർഡ് ഓഫ് സ്ട്രക്ചർ കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരുന്നത്. അതായത് നമ്മളുടെ ഒരു മോഡലാണ് 1 ടയർ സിസ്റ്റം. അതായത് നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മാത്രമാണ് നമ്മൾ 1 ടയർ സിസ്റ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ 2 ടയർ സിസ്റ്റമാണ്. ഈ 2 ടയർ ബോർഡ് ഓഫ് സിസ്റ്റത്തിൽ വന്നിട്ട് 2 കൈൻഡ് ഓഫ് ബോർഡ് ഓഫ് സ്ട്രക്ചർ വന്നിട്ട് കമ്പനിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് അപ്പർ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസറി ബോർഡ്, എക്സിക്യൂട്ടീവ് ബോർഡ്, ഇവരൊക്കെയാണ് നമ്മളുടെ അപ്പർ ബോർഡിൽ വരുന്നത്. ദെൻ ഇവർക്കായിരിക്കും ഈ കമ്പനിയിൽ സൂപ്പർവൈസറി പവറും അതൊക്കെ ഉള്ളത് വന്നിട്ട് ഇവർക്കായിരിക്കും. ദെൻ വന്നിട്ട് നമ്മളുടെ താഴെയുള്ള ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ്, അതായത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പോണ ആൾക്കാർ, അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് രണ്ടാണ് ഇതിൽ വരുന്നത്. ദെൻ ഇതിൽ വന്നിട്ട് 3 യൂണിക് ആയിട്ടുള്ള എലമെന്റ് പറയുന്നുണ്ട് ജർമ്മൻ മോഡലിൽ. എന്തൊക്കെയാന്ന് വെച്ചാൽ 2 ഓഫ് ദ തിങ്സ് എലമെന്റ്സ് റിലേറ്റിംഗ് ടു ബോർഡ് കോമ്പോസിഷൻ, 1 റിഗാർഡിംഗ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. 2 വന്നിട്ട് ബോർഡ് ഓഫ് കോമ്പോസിഷന്റെ എലമെന്റും 1 വന്നിട്ട് ഷെയർ ഹോൾഡർ റൈറ്റും. ഇത് രണ്ടുമാണ് കൊണ്ടുപോകുന്നത്. ഇതിന് ആദ്യം വന്നിട്ട് ഫസ്റ്റ് ജർമ്മൻ മോഡൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 2 ബോർഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ ജർമ്മൻ മോഡൽ വന്നിട്ട് 2 ടയർ സിസ്റ്റം വന്നിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നിട്ട് എൻറ്റയർലി വന്നിട്ട് ഇൻസൈഡേഴ്സ് കൊണ്ടുവന്നിട്ട് നമ്മളുടെ സൂപ്പർവൈസറി ആയിട്ടും എക്സിക്യൂട്ടീവ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വന്നിട്ട് നമ്മുടെ ജർമ്മനിയിൽ വന്നിട്ട് അതർ കൺട്രീസ് വന്നിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഈ മോഡലിനെ. അതിൽ വന്നിട്ട് വോട്ടിംഗ് റൈറ്റ് വന്നിട്ട് റിസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ട് ലീഗലി. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റേജേ കൊടുക്കത്തുള്ളൂ എന്നുള്ള ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ജർമ്മൻ മോഡലിൽ പറയുന്നത്. ഇത്രയാണ് മോഡൽസിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.